ഒരു 5-6 മാസം മുമ്പ് ഒരു അമ്മ പറഞ്ഞു, സ്വാമി മോള് കണ്ടോന്റെ കൂടെ ഓടിപ്പോയി. നമ്മൾ പറഞ്ഞു എത്രയോ സമാധാനവും സന്തോഷവും അമ്മ, കാരണം കണ്ടോന്റെ കൂടെയല്ലേ പോയത്, പല കുട്ടികളും കാണാത്തോന്റെ കൂടെയാ പോണത്. തമാശ പറയല്ല, നിങ്ങൾക്ക് ചിരിക്കാ കേട്ടിട്ട്. യാഥാർത്ഥ്യമാണ്. കാരണം മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചവൻ, ഇന്റർനെറ്റിലൂടെ ചാറ്റ് ചെയ്തവൻ കണ്ടിട്ടില്ല അവന്റെ കൂടെ ഇറങ്ങിപ്പോണത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ 16ാമത്തെ ട്രാക്കിന്റെ അടിയിൽ നിന്നോളൂ, അല്ലെങ്കിൽ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ 3ാമത്തെ ട്രാക്കിന്റെ അടിയിൽ നിന്നോളൂ. എവള് പോയി നിൽക്കുക, ഇന്ന് വരെ കാണാത്തവനെയും പ്രതീക്ഷിച്ച് എത്തിപ്പെടുന്നത് മറ്റു പല കേന്ദ്രങ്ങളിലും. തിക്ത അനുഭവങ്ങൾ സ്വജീവിതത്തിൽ വരുന്നു, രക്ഷപ്പെടാൻ പറ്റില്ല. സ്വയം പ്രാഗി ദിവസങ്ങൾ നീക്കുന്നു. യാഥാർത്ഥ്യമാണ് പറയുന്നത്, അസത്യമല്ല, അതിശയോക്തിയല്ല, ന്യൂനോക്തിയല്ല. വിശ്വസിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. എന്തുകൊണ്ട്? വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണില്ല. എപ്പോ? കിട്ടേണ്ട സമയത്ത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഒരു നായകൻ 10-50 പേരെ ഇടിച്ചു വീഴ്ത്തുന്ന സ്റ്റണ്ട് രംഗം കണ്ടങ്ങനെ കോരിത്തരിക്കുക ടിവിന്റെ മുമ്പിൽ. ആര്? ഗർഭിണി. എവളെ ദേഹത്ത് അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് ഇത് റീഅബ്സോർബ് ചെയ്യപ്പെടാണ്ട് ടോക്സിൻസ് ആയി മാറി ഈ കുട്ടി നാളെ അമ്മയുടെ നേർക്ക് ആദ്യം ജനിച്ചു കഴിഞ്ഞാൽ പ്രയോഗം ഉണ്ടാവുക. കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ വേണ്ടില്ല. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, തകരുന്ന കുടുംബ ബന്ധങ്ങള്, സീരിയല് കണ്ട് കണ്ണീരൊലിപ്പിച്ചിരിക്കുക. ആര്? ഗർഭിണി. ഈ കുഞ്ഞവളെ കരയിപ്പിക്കും, ഉറപ്പാ. സന്ധ്യാസമയത്തെങ്കിലും ഒന്ന് നാമം ജപിക്കണം എന്നുള്ളത്. ബാക്കിയൊക്കെ പോട്ടെ. സന്ധ്യാസമയത്തെങ്കിലും TV ഓൺ ചെയ്യില്ല എന്നുള്ളത്. കുട്ടികളെ കുറ്റം പറയാൻ നമുക്ക് ഒരധികാരവും ഇല്ല. ഗർഭത്തിൽ അമ്മ എന്തൊക്കെ ചെയ്തു ചെയ്യരുതാത്തത് ഒന്ന് ആലോചിക്കുക. കുട്ടികൾ ഒരമ്മയ്ക്കും അച്ഛനും കുറ്റം പറയാൻ അധികാരമില്ല. ആര് പറഞ്ഞാലും നമ്മൾ കുട്ടികളെ കൂട്ടത്തിലാ, സംശയമില്ല. കാരണം അങ്ങനെയാ. പക്ഷെ ലോകം ഇന്ന് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ വല്ലാത്തൊരു നമ്മളെ ഹൃദയത്തെ തട്ടിയൊരു അനുഭവം. ആയിരക്കണക്കിന് വേദികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കിന് വേദികളിൽ. ഒരിക്കല് ഒരു പ്രഭാഷണത്തിന് പോയപ്പോ അങ്ങ് യൂറോപ്പിലാണ്, ഇറ്റലിയിൽ. 4 മണിക്കാ പ്രഭാഷണം. നമ്മളൊരു ഫ്ലോറൻസ് സിറ്റിയിലാണത്. 3:40 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. 3:58 ആയപ്പോ ഇതിന്റെ മുഖ്യ സംഘാടനം ചെയ്ത അമ്മ തൊഴുകയോടുകൂടി ചോദിച്ചു, സ്വാമിജി നമുക്ക് 2 മിനിറ്റ് താമസിപ്പിച്ചൂടെ? ഓ, നമ്മൾ കേരളത്തിൽ നിന്നാ വരുന്നതെന്ന് അവർക്കറിയോ? അതെ, 2 മിനിറ്റ് താമസിപ്പിക്കാനാ കൈ തൊഴുതുകൊണ്ട് ചോദിച്ച് താമസിപ്പിച്ചൂടെ? നമ്മൾ കേരളത്തിൽ നിന്നല്ലേ വരുന്നേ? ഏത് കേരളത്തിൽ നിന്ന്? ഓടിപ്പിടിച്ച് കഷ്ടപ്പെട്ട് എത്തിയൊരു സ്ഥലത്ത്. 7 മണിക്കാ പ്രഭാഷണം. 6:50 ആകുമ്പോഴത്തേക്ക് എങ്ങനെയാ എത്തിയെന്നൊന്നും ചോദിക്കരുത്. 7 മണിയായിട്ട് തുടങ്ങുന്നില്ല, 7:15 തുടങ്ങുന്നില്ല, 7:30 തുടങ്ങുന്നില്ല. അപ്പൊ നമ്മൾ ചോദിച്ചാൽ, അല്ല 7 സമയം വെച്ച് ചൂടാവാതെ സ്വാമി, എന്നാൽ 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ പോകട്ടോ? അതെയോ, ശരി. കാരണം നമുക്ക് വാക്യം, സത്യം പാലിക്കുക, അത് മുഖ്യമാണ്. സമയനിഷ്ഠ ജീവിതത്തിൽ പ്രധാനമാണ്. ഏതായാലും 7:40 നമ്മൾ ഇറങ്ങുന്നു ക്ഷേത്രത്തിൽ നിന്ന് പ്രസംഗം ചെയ്യാണ്ട്. അപ്പോൾ അനൗൺസ്മെന്റ്, പരമപൂജനീയനായ ചിദാനന്ദപുരി സ്വാമികൾ പ്രഭാഷണം ചെയ്യാൻ ഇവിടെ വന്നെങ്കിലും അത്യാവശ്യമായ ആശ്രമത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഫോൺ സന്ദേശം വന്നതിനാൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്. ഈ കേരളത്തിൽ നിന്നാണ് നമ്മൾ ചെല്ലുന്നതെന്ന് അവർക്കറിയോ? നമ്മളെന്തായാലും അവരോട് ഗമ വിടാണ്ട് ചോദിച്ചു, അല്ല എന്തിനാമ്മ 2 മിനിറ്റ് താമസിപ്പിക്കുന്നത്? സ്വാമി, വളരെ പ്രധാനപ്പെട്ട ഒരാൾ വരാനുണ്ട്, അവർക്ക് പാർക്കിംഗ് സ്ഥലം കുറച്ച് ദൂരെയാണ്, ഇവിടെ പാർക്കിംഗ് വലിയ പ്രശ്നമാണ്. റോഡ് സൈഡിൽ അല്പം തെറ്റായി പാർക്ക് ചെയ്താൽ വണ്ടിയും കൊണ്ട് പോലീസ് പോകും. അപ്പോ അവർ നടന്നു വരികയാണ്, പാർക്ക് ചെയ്തിട്ട് ദൂരെ പാർക്ക് ചെയ്ത്. വരട്ടമ്മ, ഒരു പ്രശ്നമില്ല നമ്മൾ പറഞ്ഞു. മനസ്സിലൊരു താല്പര്യം, ആരാപ്പ ഈ പ്രധാനപ്പെട്ട ആള്? ഒരു 1.25 മിനിറ്റ് കഴിഞ്ഞു, 4:02 ആയില്ല. ശ്രദ്ധിക്കുക, ഒരു പൂർണ്ണ ഗർഭിണി, വയറിങ്ങനെ താങ്ങിക്കൊണ്ടാ കയറി വരുന്നത്. ആസന്ന പ്രസവയാ, കണ്ടാ അറിയാം, കാരണം വയറ് താണിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പ്രസവം ഉണ്ട്, ഉറപ്പാ. നമ്മൾ 10-23 കൊല്ലായി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലും പട്ടണത്തിലും മറ്റു പല പ്രദേശങ്ങളിലും പ്രഭാഷണമായിട്ട് നടക്കണ. ദിവസം 2-3 പ്രസംഗം ഉണ്ടാവും. ഇപ്പൊ 5 വർഷത്തെ വേദാന്ത കോഴ്സ് ആശ്രമത്തിൽ നടക്കണോണ്ട് ഉച്ചയ്ക്ക് ശേഷമേ പോവാറുള്ളൂ. എന്നാൽ 2 സ്ഥലത്തെങ്കിലും എത്തും ഒരു ദിവസം. ഇന്ന് വരെ ഇത്ര പൂർണ്ണ ഗർഭിണി ഒരു പ്രഭാഷണത്തിന് വരുന്നത് കണ്ടിട്ടില്ല.
അത്ഭുതം തോന്നി. അവര് വന്നു, ഇരുന്നു. ഇത് കഥയല്ല പറയണത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവര് കിടന്നു. മുഴുവൻ കേട്ടു. അവിടെ ഒരു പ്രഭാഷണം വെച്ചാൽ ഒരു 3 മണിക്കൂറിലധികം പ്രഭാഷണമാണ്. കാരണം അവരധികം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ഇറ്റാലിയൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 3 മണിക്കൂറിലധികമായി. പരിചയപ്പെട്ടു. അവര് ഇറ്റാലിയൻ ഗവൺമെന്റ് സർവീസിൽ ഒരു സയന്റിസ്റ്റാണ്, സീനിയർ സയന്റിസ്റ്റാണ്. ഇത് സംഭവം നടക്കുന്നത് നവംബർ 10-ാം തീയതിയാണ്, 2011 നവംബർ 10. അവരുടെ പ്രസവ ഡേറ്റ് ഡോക്ടർ കൊടുത്തത് 2011 നവംബർ 16. 6 ദിവസമേ ഇനിയുള്ളൂ. അത്ഭുതം തോന്നി. കാരണം ഇന്ത്യയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, കേരളത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. അവർ ചോദിച്ചു, സ്വാമിജി ഞാൻ എന്തിനാ വന്നെന്ന് അങ്ങേക്ക് അറിയാം? ഞാൻ പറഞ്ഞത് കേൾക്കാൻ തന്നെ. എന്നാലും എനിക്കിവിടുത്തെ CD വല്ലതും തരുമായിരുന്നു അവര്. എന്നാ അമ്മ പറയൂ. അപ്പൊ അവര് പറഞ്ഞു, ദാ ഒരാളുണ്ട്, ആണോ പെണ്ണാന്നൊന്നും അറിയില്ല, പക്ഷേ സ്വാമിയുടെ വാക്കുകൾ ആ കുട്ടി കേൾക്കും. ആ സംസ്കാരത്തോടു കൂടി ആ കുട്ടി ജനിക്കും. പ്രത്യേകിച്ച് വിഷയം ഉപനിഷത്താണ്. എന്തെങ്കിലും മന്ത്രങ്ങൾ സ്വാമി ചൊല്ലാണ്ടിരിക്കില്ല. ആ മന്ത്രത്തിന്റെ തരംഗങ്ങൾ നിശ്ചയമായും ആ കുട്ടിയെ സ്വാധീനിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, മതം ചോദിച്ച ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ യുവതിയാണ് ഈ പറയുന്നത്. അതാ പറഞ്ഞ ലോകം തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളിപ്പോഴും ആ സമയത്ത് സ്റ്റണ്ടും കരച്ചിലും. ഒന്ന് ചിന്തിക്കുക, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ടോ? ഏതായാലും പിന്നീട് ബാക്കി പത്രം പറയാ. അവർ പ്രസവിച്ച ശേഷം വിളിച്ചറിയിച്ചു, ആൺകുട്ടിയാണ്, സൂര്യൻ എന്നാണ് പേരിട്ടത്. സൂര്യ. തമാശ പറയല്ല, ഇതൊന്നും തമാശ പറയുന്നതല്ല.